അഡ്ജസ്റ്റ് ചെയ്യാൻ ആരും തയ്യാറല്ല. തുടങ്ങി. ഇന്നത്തെ തലമുറയിലുള്ള കുട്ടികൾക്ക് കല്യാണത്തിനോട് പേടിയാണ്. കല്യാണത്തിന് ആരും തയ്യാറല്ല. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പേടി വരുന്നത്? നമ്മൾ ജനിച്ചു വളർന്ന സ്ഥലത്താണ് നമ്മൾ മിസ്സായിട്ട് പോവാണ്. അവിടെ ചെല്ലുമ്പോൾ നമുക്ക് അവരെ ആ സാഹചര്യങ്ങളോട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള പേടിയാണ്. പിന്നെ നമ്മുടെ എല്ലാം അവർക്ക് വേണ്ടി മാറ്റണം. അത്രയും ദിവസമുള്ള നമ്മുടെ ഹോബീസ്, ആഗ്രഹങ്ങൾ, ഇഷ്ടങ്ങളൊക്കെ മാറ്റണം. ചേട്ടാ വിളിച്ച് പുറകെ കിടക്കേണ്ടി വരും. ഇവിടെ വന്ന് വല്ല പരാതി പറഞ്ഞാൽ പറയും നിൻ്റെ ഹസ്ബൻഡാണ്, അപ്പോൾ നീ നന്നായി അവിടെ നിൽക്കണം, നിൻ്റെ വീട് അതാണ്. അങ്ങനെ പറയും. ഇപ്പം പറയൂല എന്നൊക്കെ, പക്ഷെ അങ്ങനെ പറയും. കല്യാണം കഴിച്ചു വിടാം, നാണക്കേടാണ്, തിരിച്ചു വരരുത്, അവിടെ നിന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പെടൂലേ. കൈക്കായിരുന്ന സേഫ് ആണല്ലോ, ഇവിടെ തന്നെ നിന്നാൽ. ഇപ്പോൾ കല്യാണം ആയാൽ പോലും ഡിവോഴ്സാണ് ഇപ്പോൾ കൂടുതൽ കാണുന്നത് ഇന്നത്തെ ജനറേഷനിൽ പണ്ടത്തെ കമ്പയർ ചെയ്യുമ്പോൾ. അത് എന്തുകൊണ്ടായിരിക്കും അവർക്ക്? അഡ്ജസ്റ്റ് ചെയ്യാൻ ആരും തയ്യാറല്ല. തുടങ്ങി. അഡ്ജസ്റ്റ്മെന്റ് അല്ലല്ലോ, അണ്ടർസ്റ്റാൻഡിംഗ് അല്ലേ വേണ്ടത്. അത് നമ്മൾ പറയുമെങ്കിലും ഒരു കുടുംബമായി കഴിയുമ്പോൾ അണ്ടർസ്റ്റാൻഡിങ്ങിൽ മാത്രം നിന്നാൽ കുടുംബം മുന്നോട്ട് പോവില്ല. നമ്മുടെ വരുമാനമൊക്കെ ഭയങ്കരമായിട്ട് ഡിപ്പെൻഡ് ചെയ്തിട്ടല്ലേ നമ്മൾ മക്കളെയൊക്കെ വളർത്തുക. അപ്പം നമുക്ക് അവിടെ കുറേ കാര്യങ്ങൾ ഒരു ഭാര്യ ആയാലും ഭർത്താവായാലും അഡ്ജസ്റ്റ് ചെയ്യണം. നമ്മുടെ വീട്ടിൽ അച്ഛനും അമ്മയും നമുക്ക് ഒരുപാട് സ്വാതന്ത്ര്യം തരും. അവർ പൈസയ്ക്ക് കണക്കൊന്നും ചോദിക്കില്ല. പക്ഷെ നമ്മളൊരു കുടുംബമായി കഴിയുമ്പോൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ കുറേ കാര്യങ്ങൾ മാറ്റി വയ്ക്കും. അപ്പോൾ നമ്മുടെ വരുമാനത്തിനനുസരിച്ച കാര്യങ്ങൾ പോകുള്ളൂ. അവിടെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. അവര് മക്കൾ വന്നു ഗൈസ്. നമ്മൾ ജീവിച്ചു തുടങ്ങി, അതിന് മുമ്പ് മക്കൾ വന്നു ഗൈസ്. ലവ് മാരേജ് ആയിരിക്കും അറേഞ്ച് മാരേജ് താല്പര്യം? അത് ആ സമയത്തിനനുസരിച്ച്. അതെ, ലവ് മാരേജ് ആയിരിക്കും നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ അമ്മയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരാളെ കുറേ നാളൊരു 5-6 മാസമെങ്കിലും പരിചയപ്പെട്ട് കഴിയുമ്പോഴാണ് നമുക്ക് അവരുടെ സ്വഭാവം, അവരുടെ അച്ഛൻ, അമ്മ, വീട്ടുകാർ എല്ലാവരെക്കുറിച്ച് നമുക്ക് അറിയാൻ പറ്റും. അവരോട് നമുക്ക് ഏത് രീതിയിൽ സംസാരിക്കണം, പെരുമാറണം എന്നൊക്കെ നേരത്തെ നമുക്ക് ഒരു ചെറിയൊരു അണ്ടർസ്റ്റാൻഡിങ് വരും. ഇപ്പോൾ ഞങ്ങളുടെയൊക്കെ ഒരു കാലത്ത് എന്ന് പറഞ്ഞാൽ നമ്മളൊരു പെണ്ണ് കാണാൻ വരുന്നു, കാണുന്നു, കല്യാണം ഉറപ്പിക്കുന്നു. നമ്മൾ പെട്ടെന്ന് ഒരു 1-2 മാസത്തിനുള്ളിൽ നമ്മളൊരു വീട്ടിലേക്ക് പറിച്ചു നടുകയാണ്. നമ്മളൊന്ന് ഈ ഭർത്താവുമായിട്ട് പോലും സംസാരിക്കുക, ആളുടെ സ്വഭാവം ഒന്നും നമുക്കറിയില്ല. അപ്പം അങ്ങനെ വരുന്നതിനേക്കാളും ലവ് മാരേജാണ് നല്ലത്. ഓക്കെ.